ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ശർക്കര വരട്ടിയെന്നും ഉപ്പേരി എന്നൊക്കെ പറയുന്നതാണ്. ഓണസദ്യ ആയാലും കല്യാണ സദ്യ ആയാലും ഉപ്പേരി ഇല്ലാത്ത എന്ത് സദ്യയല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 1 കിലോ ഏത്തൻകായാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപ്പേരി തയ്യാറാക്കുന്ന സമയത്ത് നല്ല വിളഞ്ഞ ഏത്തൻകായ നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. കയ്യിലൊരു അല്പം എണ്ണ തടവിയാൽ നമ്മുടെ കായിലെ കറ നമ്മുടെ കയ്യിലാകാം. ഇതേപോലെ എല്ലാ കായുടെ തൊലിയും കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ കായുടെ കണക്കാണ് പറയുന്നത് ഉപ്പേരി ഉണ്ടാകുന്നത്. ഇനി നമുക്ക് 200 ഗ്രാം ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 200 ഗ്രാം ശർക്കര 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. 1 കിലോയുടെ കണക്കാണ് പറയുന്നത്. ലോ ഫ്ലെയിമിൽ അതൊന്ന് ഉരുകി വരട്ടെ. ഈ ടൈമിൽ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ ഏത്തൻകായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലത് മൂത്ത് വരും, ചിലത് ഫ്രൈ ആകാതെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്തിൽ ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ചെയ്തെടുത്ത കായുടെ കഷ്ണങ്ങൾ നമുക്ക് കറ പോകാനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇത് കഴുകിയെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് കറ പോകാനായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടിത് കഴുകിയെടുക്കാം. ഇതിൻ്റെ കറയെല്ലാം പോകുന്നത് വരെ ഒരു 3-4 വെള്ളത്തിൽ നമ്മളത് കഴുകിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ 2ാമത്തെ വെള്ളവും കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെള്ളം കൂടെ കഴുകിയെടുക്കാം. ഇപ്പോൾ കായുടെ കറയെല്ലാം പോയി വെള്ളം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു അരിപ്പയിലേക്ക് വെള്ളം ഒന്ന് വാലാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പൊടിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പേരിക്ക് ചുക്കുപൊടിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക, 1/4 കപ്പ് അരി കൂടി നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. അരി ചമ്പാവരി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്കിതിന് പകരം തരിയുള്ള പുട്ടുപൊടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. തരിയുള്ള പുട്ടുപൊടി മാത്രം എടുക്കുക. അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഞ്ചസാരയും ചുക്കുപൊടിയും കൂടി ചേർത്ത് പൊടിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ഈ കൂട്ടത്തിൽ തന്നെ പൊടിച്ച് വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ചേർക്കുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റും ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടാകുന്നതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ ടൈം എടുത്ത് വേണം ഈ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് തയ്യാറാക്കരുത്. ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപ്പേരി പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരും. നമ്മൾ ചക്ക വറ്റലൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം. ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. ഒന്ന് നമ്മൾ ഒടിച്ച് നോക്കുന്ന സമയത്ത് നന്നായിട്ട് നിന്ന് ക്രിസ്പി ആയിട്ട് വരണം. അതിനുശേഷം നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കായൊക്കെ ഏതാണ്ട് ഞാൻ നോക്കിയ സമയത്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോരി മാറ്റാം. കണ്ടോ, ഈ ഒരു സൗണ്ട് നമുക്ക് വേണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒടിഞ്ഞ് വരണം. ഇതാണ് കറക്റ്റ് പാകം. അപ്പം ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, ബാക്കിയിരിക്കുന്നത് ഫുള്ളും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കാം. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്, 200 ഗ്രാം ശർക്കരയാണ് 1 കിലോ ഉപ്പേരി തയ്യാറാക്കാനായിട്ട്.
ഇപ്പം ശർക്കര പാനിയുടെ ലൂസ് കണ്ടോ. ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ സ്പാച്ചില കൊണ്ട് ഒന്ന് കയ്യിൽ എടുത്ത് നോക്കുന്ന സമയത്ത്, ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത്, വിരളിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഒട്ടണം. ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ശർക്കരപ്പാനി ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കൊന്ന് തൊട്ട് നോക്കാം. ചൂടൊന്ന് അല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് വിരലുകൾ കൊണ്ടൊന്ന് ചെറുതായിട്ട് തൊടുന്ന ആ ചൂട് മാറുന്ന ടൈമിൽ നമുക്കിതൊന്ന് തൊട്ട് നോക്കാം. ഇപ്പം നന്നായിട്ട് വിരലുകൾ തമ്മിൽ ഒട്ടുന്ന ഒരു പരുവം വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സ്റ്റേജ് ആയാൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉപ്പേരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് നന്നായിട്ട് തിളക്കാം. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫായി കൊടുക്കാം. നല്ല ചൂടാണ്. നമുക്ക് അടി കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ തയ്യാറാക്കാനായിട്ട് എടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. നമ്മൾ എടുക്കുന്ന കായുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അരി വറുത്ത് പൊടിക്കേണ്ടതാണ്. ഞാൻ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ പഞ്ചസാരയും ചുക്കുപൊടിയും കൂടി പൊടിച്ചത് ലാസ്റ്റായിട്ട് ചേർത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.